വഴുതനങ്ങ ഹലോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വഴുതനങ്ങ 4 കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മസാല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സവാളുള്ളിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി വറുത്തെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും കൂടി ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇനി ഈ അരച്ചെടുത്ത അരപ്പിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. അരപ്പിനകത്തേക്ക് നമ്മൾ അരപ്പ് ഈ വഴുതനങ്ങയകത്തേക്ക് ഫില്ല് ചെയ്യണം. എല്ലാ വഴുതനങ്ങയ്ക്കകത്തേക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്, എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് വാടി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇടണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉടഞ്ഞു പോകത്തേ ഇല്ല. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് അതൊന്ന് നന്നായി വെന്ത് പാകമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ബാക്കി അരച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കും. ആ ഉള്ള അരപ്പിനകത്തേക്ക് കുറച്ച് പുളിയും കൂടി, ഒരു 1.5 സ്പൂണ് പുളിയും കൂടി ചേർത്തിട്ട്, ആ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടാകുമല്ലോ, അതിൽ നിന്നൊരു 1.5 സ്പൂണ് ചേർത്ത് ഒരു 2-3 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വരും. ഇതെല്ലാം കൂടി യോജിച്ച് നല്ലതായിട്ട് കുറുകി വരും. പക്ഷെ അത് ഞെട്ടേന്ന് നിന്നാൽ ഈ വഴുതനങ്ങ വിട്ട് പോരോ, വഴുതനങ്ങയുടെ ഇതളടന്ന് പോരോ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഒരുപാടങ്ങ് ഇളക്കരുത്. എന്നിട്ട് അത് ചപ്പാത്തിയുടെ കൂടെ ആയാലും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി കണ്ടിച്ചിടണം. ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ, ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ, ബിരിയാണിയുടെ കൂടെ ആയാലും. ബിരിയാണി എല്ലാ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.